വലിയ പ്രതിഷേധം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് കേരളത്തിലെ ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം താഴെത്തട്ടിൽ ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ പന്തംകൊളുത്തി പ്രകടനത്തിനാണ് CPM-ന്റെ ആഹ്വാനം. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേർന്നു. വിഷ്ണു, വലിയ പൊളിറ്റിക്കൽ പ്രതിരോധം, വലിയ രാഷ്ട്രീയ പ്രതിരോധം, പൊളിറ്റിക്കൽ ഷീൽഡ് തീർക്കുന്നു അക്കാര്യത്തിൽ CPM. സ്വാഭാവികമായും CPM രാഷ്ട്രീയമായി ചെയ്യുന്നതും ചെയ്യേണ്ടതും അതുതന്നെയാണ്. പക്ഷേ റെയ്ഡ് അവിടെ പുരോഗമിക്കുകയാണ്. ഇപ്പോഴും 6:30 തുടങ്ങിയതാണ്. 7:30, 8:30, 9:30, 10:30, 11:30, 12:30, 6 മണിക്കൂർ കഴിഞ്ഞ് 7 മണിക്കൂറിലേക്ക് ആ റെയ്ഡ് കടക്കുന്നു. വിഷ്ണു, എന്തുകൊണ്ടാണ് ആ റെയ്ഡ് അത്രമേൽ നീളുന്നത്? റെയ്ഡിനപ്പുറം നിയമ നടപടിയിലേക്ക് ED ഇന്ന് പോകാനിടയുണ്ടോ? അതിന്റെ നിയമപരമായ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്? എന്താണ് വിഷ്ണു? ഹാഷ്മി, ഈ കേസിന്റെ അന്വേഷണം ഒരു ഘട്ടത്തിൽ വളരെ ശക്തമായി തന്നെ ED മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതിനിടയിലാണ് CMRL ഹൈക്കോടതിയെ സമീപിച്ചത് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ 25-ാം തീയതി ഈ കേസിന്റെ അന്വേഷണം സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഒരു മൂവ്മെന്റും EDയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പക്ഷേ പിന്നീട് ഇന്നലെ ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് EDയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല, PMLA കേസ് പ്രഥമ ദൃഷ്ട്യാൽ നിലനിൽക്കും എന്ന ഉത്തരവ് പുറത്തു വന്നതോടുകൂടി അസാധാരണമായ ഒരു വേഗം അല്ലെങ്കിൽ അസാധാരണമായ നീക്കം EDയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ EDക്ക് അനുകൂലമായ ഉത്തരവുകൾ ഹൈക്കോടതിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ആഴ്ചകൾ എടുത്തിട്ടാണ് ഈ EDയുടെ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വളരെ ക്വിക്കായി തന്നെ ED ആക്ട് ചെയ്യുന്നു. 12 കേന്ദ്രങ്ങളിൽ അതിൽ വീണ വിജയന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന വീടുകളിലും ഓഫീസിലും അടക്കം പരിശോധനകൾ നടത്തുകയാണ്. ആ പരിശോധന ഇപ്പോൾ 6 മണിക്കൂറിലേക്ക് പിന്നിടുന്നു. പ്രധാനമായും എക്സാലോജിക്കും അതോടൊപ്പം തന്നെ CMRL നടത്തിയിട്ടുള്ള സാമ്പത്തിക രേഖകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് EDയുടെ അന്വേഷണം. അറസ്റ്റടക്കമുള്ള നടപടിയിലേക്ക് പോകുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. സാധാരണഗതിയിൽ ED ഇത്തരം പരിശോധനകൾ നടത്തി ആ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തൽ നടത്തി നോട്ടീസ് നൽകി വിളിച്ചു വരുത്താറാണ് പതിവ്. പക്ഷേ അസാധാരണമായ സാഹചര്യത്തിലേക്ക് ED പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും നിലവിൽ പരിശോധന പൂർത്തിയായിട്ടില്ല. ആ പരിശോധന പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും അടുത്ത നീക്കത്തിലേക്ക് ED കടക്കുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കനത്ത പ്രതിരോധത്തിൽ തന്നെയാണ് CPM ഉള്ളത്, അതിലൊരു തർക്കവുമില്ല. ED പക്ഷേ അത്തരത്തിൽ രാഷ്ട്രീയമായ നീക്കമല്ല, ഞങ്ങൾ നേരത്തെ ആരംഭിച്ച ഒരു അന്വേഷണമാണ്, അത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. എന്നാൽ ഇപ്പോൾ കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഉത്തരവ് ലഭിച്ചു, ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന വിശദീകരണമാണ് EDയുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്നത്. ഇനിയിപ്പോൾ ഈ ഏതൊക്കെ രേഖകൾ എന്തെല്ലാമാണ് ED പിടിച്ചെടുക്കാൻ പോകുന്നത്, അതിന്റെ വിവരങ്ങളൊക്കെ ഒരുപക്ഷെ വൈകിട്ടോടുകൂടി തന്നെ പുറത്തു വരും. ED ഔദ്യോഗികമായി തന്നെ പതിവ്. EDയുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളിലൊക്കെ ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവാറുണ്ട്. അതിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടാവുന്നത് പൂർണ്ണമായി ലോജിക്ക അല്ല എന്നും പറയാൻ കഴിയില്ല. അതിന് കാരണം പാർലമെന്റ് അടക്കം വന്ന രേഖകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു SFIO റിപ്പോർട്ടുണ്ട്. SFIO റിപ്പോർട്ടിൽ CMRL നടത്തിയ അനധികൃത അല്ലെങ്കിൽ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകളെ പറ്റി അവരുടെ തന്നെ മൊഴികളായി ഉണ്ട്. അതിൽ ഈ പറയുന്ന കോടികൾ അത് വീണ വിജയന്റെ മകൾക്ക് എന്തോ സേവനത്തിന് കൊടുത്തെന്നത് മാത്രമല്ല, പലർക്ക് കൊടുത്തത് ഏതോ മാധ്യമ സ്ഥാപനങ്ങൾ, നമ്മൾ അക്കൗണ്ടത്തിലില്ല, ഏതോ മാധ്യമ സ്ഥാപനങ്ങൾ കൊടുത്തത്, ഏതോ സംഘടനകൾ കൊടുത്തത്, അതൊക്കെ അവരുടെ ഈ പറയുന്ന കച്ചവടം തടസ്സമില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ നടന്ന ഏതോ ഒരു തരം കൈൻഡ് ഓഫ് കറപ്ഷനാണ് എന്ന തരത്തിലാണല്ലോ വിലയിരുത്തപ്പെട്ടത്. SFIOയിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പരിസ്ഥിതി മന്ത്രിയായിരുന്ന വീണ വിജയന്റെ മകൾക്ക് ആ പണം കൊടുത്തത് അത് പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് എന്ന് കണ്ടെത്തൽ എന്ന് നമ്മൾ എഴുതിയും വെച്ചു. അപ്പോൾ അതിന് തുടർച്ചയിൽ ED വരുന്നു, അന്വേഷണം നടക്കുന്നു. അപ്പോൾ ഈ പറയുന്ന രേഖകൾ എന്താണ്, ഇപ്പോഴും ചോദ്യം കിട്ടാത്ത കുറേയധികം ചോദ്യങ്ങൾ EDക്ക് മുന്നിലും കേരളത്തിന് മുന്നിൽ നിൽപ്പുണ്ട്. അത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോഴും വിഷ്ണു ഹാഷ്മി, അത് തന്നെയാണ്. കേവലം രാഷ്ട്രീയ പ്രേരിതം എന്ന ആരോപണം കൊണ്ട് പ്രതിരോധിക്കാനാകില്ല. കാരണം ഇന്ററിം സെറ്റിൽമെന്റിന് മുമ്പിലുള്ള റിപ്പോർട്ടും അതോടൊപ്പം തന്നെ SFIOയുടെ റിപ്പോർട്ട് ആദായനികുതി വകുപ്പ് കണ്ടുപിടിച്ച അല്ലെങ്കിൽ അവരുടെ വിവരങ്ങളും ഒക്കെ നമുക്ക് പൊതുസമൂഹത്തിന് മുമ്പാകെ ഉണ്ട്. അതിലെല്ലാം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള സേവനങ്ങളും, അതായത് ഈ കമ്പനി വീണ വിജയന്റെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സേവനങ്ങളും. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയന്റെ വിവിധ സ്ഥലങ്ങളിൽ വീടുകളിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് EDയുടെ ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല പിണറായിക്കെതിരായി കൊണ്ടുള്ള ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ. നിരവധി വർഷമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഈ റെയ്ഡ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇതിനോടകം പ്രതികരിക്കുമ്പോൾ ഒറ്റ വർഷമാണ് അത് രാഷ്ട്രീയ പ്രേരിതമാണ്, അത് രാഷ്ട്രീയ വേട്ടയാണ് എന്നുള്ളതാണ് CPM നേതാക്കളുടെ പ്രതികരണം. അത് EDയുമായി ബന്ധപ്പെട്ട CPMന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെ പരമ്പരാഗത നിലപാട് അതുതന്നെയാണ്. പക്ഷേ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഇന്നത്തെ ED റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അറിയാൻ കഴിയൂ. എന്തായാലും കേരളമെമ്പാടും വലിയ പ്രതിഷേധത്തിന്റെ തിരതീർക്കാണ് CPM.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.